ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്ക 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അമേരിക്ക. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ കേരള സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. ദീപ്തി ബ്രെയിൽ. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ കേരള സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. ഈ പേര് വെച്ച് തന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തത് 2024 മുല്ലനേഴി പുരസ്കാര ജേതാവ്. 2024 മുല്ലനേഴി പുരസ്കാര ജേതാവ് ശശിധരൻ ചെരുവിലാണ്. ശശിധരൻ ചെരുവിൽ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ഉദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക്. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അമേരിക്കയാണ്. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ കേരള സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. ദീപ്തി ബ്രെയിൽ. 2024 മുല്ലനേഴി പുരസ്കാര ജേതാവ് ശശിധരൻ ചെരുവിലാണ്. 2024 മുല്ലനേഴി പുരസ്കാര ജേതാവ് ശശിധരൻ ചെരുവിൽ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. അടുത്തത്, ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ. ക്രൂയിസ് ഭാരത് മിഷൻ ആണ് ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. വന ആവാസ വ്യവസ്ഥയിൽ ആനകളെ പാർപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തില്. വന ആവാസ വ്യവസ്ഥയിൽ ആനകളെ പാർപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. അടുത്തത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് S. പരമേശ് ആണ്. S. പരമേശ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് S. പരമേശ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലാണ് S. പരമേശ് ട്ടോ. ഓക്കെ. ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത്. ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. പുസ്തകത്തിന്റെ പേര് ശ്രദ്ധിക്കുക, ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം ട്ടോ. നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ക്രൂയിസ് ഭാരത് മിഷൻ. ക്രൂയിസ് ഭാരത് മിഷൻ. വന ആവാസ വ്യവസ്ഥയിൽ ആനകളെ പാർപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് S. പരമേശ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് S. പരമേശ് ആണ്. ജ്ഞാനസ്നാനം എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം. അടുത്തത്, നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് മാർക്ക് ടൂട്ടെ. മാർക്ക് ടൂട്ടെ. അദ്ദേഹം മുൻ നെതർലൻഡ്സ് പ്രധാനമന്ത്രിയാണ് കേട്ടോ. മാർക്ക് ടൂട്ടെ. ലോകത്തെ ആദ്യ ആർട്ടിസ്റ്റിക് റോബോട്ട് ഏതാണ്? എയ്ഡയാണ് കേട്ടോ. എയ്ഡ. ലോകത്തെ ആദ്യ ആർട്ടിസ്റ്റിക് റോബോട്ട് എയ്ഡയാണ്. കേരളത്തിലെ ആദ്യ വനിതാ സഫേദാറാണ് കെ സിജി. കെ സിജി. കേരളത്തിലെ ആദ്യ വനിതാ സഫേദാർ കെ സിജി ആണ്. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്നത് ദിദ്വാനയാണ്. ദിദ്വാന രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ദിദ്വാന. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്നത് ദിദ്വാനയിലാണ്. ദിദ്വാന രാജസ്ഥാനിലാണ്. നമുക്ക് പറഞ്ഞതൊന്ന് റിവേഴ്സ് പോയിട്ട് വരാം. ഓക്കെ. നാറ്റോയുടെ ആദ്യ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആരാണ്? നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മാർക്ക് ടൂട്ടെയാണ്. മാർക്ക് ടൂട്ടെയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ. ഓക്കെ.
ലോകത്തെ ആദ്യ ആർട്ടിസ്റ്റ് റോബോട്ടാണ് എയ്ഡ. ലോകത്തെ ആദ്യ ആർട്ടിസ്റ്റ് റോബോട്ടാണ് എയ്ഡ. എയ്ഡ. കേരളത്തിലെ ആദ്യ വനിതാ സഫേദാർ ആരാണ്? കെ സിജി ആണ്. കേരളത്തിലെ ആദ്യ വനിതാ സഫേദാർ. കേരളത്തിലെ ആദ്യ വനിതാ സഫേദാർ കെ സിജി ആണ്. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക്. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ദിദ്വാനയിലാണ്. ദിദ്വാന. അടുത്തത് 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത്. 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ബീന സജീവനാണ്. ബീന സജീവ്. കഥാസമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത് ഏകാന്തതയുടെ കടൽ. ഏകാന്തതയുടെ കടൽ എന്ന കഥാസമാഹാരത്തിനാണ് 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ബീന സജീവന് ലഭിച്ചിട്ടുള്ളത്. ഇനി 2024 IV ദാസ് പുരസ്കാരം ലഭിച്ചത്. 2024 IV ദാസ് പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. എം ലീലാവതി. 2024 IV ദാസ് പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. ഇനി പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ കാലിക്കറ്റ് FC ആണ്. കാലിക്കറ്റ് FC ആണ് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ. ഒന്നുകൂടെ പോയിട്ട് വരാം. കേരളത്തിലെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്നത് ദിദ്വാനയിലാന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ബീന സജീവനാണ്. ഏതാണ് കൃതി? ഏതാണ്? ഏകാന്തതയുടെ കടൽ എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. 2024 IV ദാസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം ലീലാവതിക്കാണ്. 2024 IV ദാസ് പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ കാലിക്കറ്റ് FCയുമാണ്. ഓക്കെ, അടുത്തത് കേരളത്തിൽ ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര. കേരളത്തിൽ ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. 2024 നവംബറിൽ ഏത് വ്യക്തിയുടെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി 150 രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയത്? ബിർസ മുണ്ടയുടേതാണ് കേട്ടോ. ബിർസ മുണ്ട. 2024 നവംബറിൽ ബിർസ മുണ്ടയുടെ 150ാം ജന്മദിനമാണ്. അതിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി 150 രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിലെ സാരായി കലേഖാൻ ചൗക്കിന്റെ പുതിയ പേരാണ് ബിർസ മുണ്ട ചൗക്ക്. ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൊടുത്തത് കേട്ടോ. ഡൽഹിയിലെ സാരായി കലേഖാൻ ചൗക്കിന്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക് എന്നാണ് കേട്ടോ. ഇനി പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 7 ഭൂഖണ്ഡങ്ങളിലെ വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി ഷെയ്ഖ് ഹസനാണ്. ഷെയ്ഖ് ഹസൻ. 7 ഭൂഖണ്ഡങ്ങളിലെ വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസനാണ്. ഇനി 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. പാരീസ്. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ ആരംഭിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനമാണ് ഫോർകാസ്റ്റ് നെറ്റ് ആണ് കേട്ടോ. ഫോർകാസ്റ്റ് നെറ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ ആരംഭിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനമാണ് ഫോർകാസ്റ്റ് നെറ്റ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കേരളത്തിൽ ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര എന്ന് പറഞ്ഞു. ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കര. 2024 നവംബറിൽ ബിർസ മുണ്ടയുടെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി 150 രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. ഡൽഹിയിലെ സാരായി കലേഖാൻ ചൗക്കിന്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക് എന്നാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 7 ഭൂഖണ്ഡങ്ങളിലെ വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. 2024
ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ ആരംഭിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനമാണ് ഫോർകാസ്റ്റ് നെറ്റ് ആണ് കേട്ടോ. അഭ്യസ്ത വിദ്യരായ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ നിലവിൽ വന്നത് കർണാടകത്തിലാണ്. രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ നിലവിൽ വരുന്നത് കർണാടകത്തിലാണ്. അഭ്യസ്ത വിദ്യരായ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ കർണാടകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം സോനിപത്ത്, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപത്തിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലത്താണ്. ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനുവിനാണ്. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനുവിനാണ്. അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. വിഴിഞ്ഞം തീരദേശത്തിൽ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പ്രതിഭാസമാണ് വാട്ടർ സ്പോട്ട്. വിഴിഞ്ഞം തീരദേശത്തിൽ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പ്രതിഭാസത്തിന്റെ പേരാണ് വാട്ടർ സ്പോട്ട്. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ. ഈ കനസ് ജാഗയുടെ അർത്ഥമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വപ്നസ്ഥലം എന്നാണ് ഈ കനസ് ജാഗ എന്ന വാക്കിന്റെ അർത്ഥം. സ്വപ്നസ്ഥലം. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഭ്യസ്ത വിദ്യരായ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ നിലവിൽ വന്നത് കർണാടകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപത്ത്, ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം സോനിപത്ത്, ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനുവിനാണ് ലഭിച്ചിട്ടുള്ളത്. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനു. അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. വിഴിഞ്ഞം തീരദേശത്ത് കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പ്രതിഭാസമാണ് വാട്ടർ സ്പോട്ട്. വിഴിഞ്ഞം തീരദേശത്തിൽ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പ്രതിഭാസമാണ് വാട്ടർ സ്പോട്ട്. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ എന്ന പദ്ധതി. മനസ്സിലായല്ലോ. അടുത്തത് റാണി റാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റാണി റാംപാൽ ഈയിടെയാണ് വിരമിച്ചത് കേട്ടോ. റാണി റാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ആണ് റാണി റാംപാൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 2025 ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ടെന്നീസ് താരം ആരാണ്? മരിയ ഷറപ്പോവയാണ്. 2025 ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ടെന്നീസ് താരമാണ് മരിയ ഷറപ്പോവ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള
കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. ഹില്ലി അക്വ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം പൊഴുതന പഞ്ചായത്താണ്. പൊഴുതന വയനാട് ജില്ലയിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് വയനാട് ജില്ലയിലെ പൊഴുതന. അടുത്തത്, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഇനി ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വരുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് പൂനെയിലാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം പറഞ്ഞിരുന്നു. എവിടെയാണ്, ഓർക്കുന്നുണ്ടോ? ഹരിയാനയിലെ സോനിപത്ത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. ഓർക്കണേ, കണക്ട് ചെയ്ത് പഠിക്കണേ. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് പൂനെയിലാണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നോക്കാം. റാണി റാംപാൽ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കിയാണ്. റാണി റാംപാൽ ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2025 ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ടെന്നീസ് താരമാണ് മരിയ ഷറപ്പോവ. ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ടെന്നീസ് താരമാണ് മരിയ ഷറപ്പോവ. 2025 കേട്ടോ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡിന്റെ പേരാണ് ഹില്ലി അക്വ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് വയനാട് ജില്ലയിലെ പൊഴുതന. ഓക്കെ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനായിട്ട് ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് എന്താണ്? ഓപ്പറേഷൻ അമൃത്. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് പൂനെയിലാണ്. അടുത്തത്, നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കഠിനമായ ശിക്ഷകൾ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കഠിനമായ ശിക്ഷകൾ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന്റെ വേദി ദുബായ്. ദുബായിയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ ലേലത്തിൽ വിലയേറിയ താരമായത് MS അഖിലാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ താരലേലത്തിൽ വിലയേറിയ താരമായത് MS അഖിൽ. ജീവിതശൈലീ രോഗങ്ങളെ വിലയിരുത്തുന്നതിനുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. ജീവിതശൈലീ രോഗങ്ങളെ വിലയിരുത്തുന്നതിനായിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനം. ഇന്ത്യയിലെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. ഇന്ത്യയിലെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മറ്റത്തൂറാണ്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന് ഉദ്ഘാടന വേദിയായത് തേക്കടിയാണ്. 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന് ഉദ്ഘാടന വേദിയായത് തേക്കടി. ഒന്ന് റിവൈസ് ചെയ്യാം. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കഠിനമായ ശിക്ഷകൾ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തരങ്ങൾ നോക്കാതെ ഇത് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക കേട്ടോ. അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന്റെ വേദി ദുബായ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ താരലേലത്തിൽ വിലയേറിയ താരമായത് MS അഖിൽ.
കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ താരലേലത്തിൽ വിലയേറിയ താരമായത് MS അഖിലാണ്. ജീവിതശൈലീ രോഗങ്ങളെ വിലയിരുത്തുന്നതിനുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. ഇന്ത്യയിലെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മറ്റത്തൂർ, തൃശ്ശൂർ ജില്ലയില്. 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന് ഉദ്ഘാടന വേദിയായത് തേക്കടി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 2024 പുറത്തുവിട്ട FSSAIയുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. FSSAIയുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2024 1ാം സ്ഥാനത്തുള്ളത് കേരളമാണ്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ജല മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് കേരളത്തിൽ ജല മ്യൂസിയം നിലവിൽ വരുന്നത്. റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ്. 2024 FSSAI പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ജല മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലം. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFs എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.